ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ ടോപ്പിക്കാണ് ഡേറ്റ ആൻഡ് ടൈപ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. എന്താണ് ഡേറ്റ എന്ന് പറയുന്നത്? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സും വേർഡ്സും ഒബ്സർവേഷനും മെഷർമെൻറ്റ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു കളക്റ്റഡ് ഇൻഫർമേഷനാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഹൈറ്റ് 175 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ ഒരു കുട്ടിയുടെ മാർക്ക്, ഒരു എക്സാമിന് കിട്ടിയ മാർക്ക് 75 മാർക്ക് അല്ലെങ്കിൽ 80 മാർക്ക്, അതൊക്കെ എന്താണ് ഈ ഒരു ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഈ പറയുന്ന ഈ ഒരു ഡേറ്റയെ നമുക്ക് മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. ഇനി നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഡേറ്റ. എന്താണ് പ്രൈമറി ഡേറ്റ? അതായത് ഈ ഒരു പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഹാൻഡ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. അതായത് റിസർച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ തന്നെ പേഴ്സണലി കളക്ട് ചെയ്യുന്ന, അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനാണ് ഈ ഒരു ഇതിൽ വരുന്നത്. എക്സാമ്പിൾ ഇൻ്റർവ്യൂസ്, സർവേസ് എക്സെട്ര എന്ന് പറയുന്നു. അടുത്ത ഈ ഒരു പ്രൈമറി ഡേറ്റയുടെ അഡ്വാൻറ്റേജസ് നോക്കാം. ഈ ഒരു റിസർച്ച് ടൈമിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. പ്രോബ്ലത്തിന് പറ്റിയ സൊല്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഡേറ്റ ക്വാളിറ്റീനെ കുറിച്ച് കുറച്ച് ഡൗട്ട് കുറവായിരിക്കും. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അക്യുറസി ഇവിടെ കൂടുതലാണ്. പിന്നെ സ്റ്റഡി ടൈമിൽ അല്ലെങ്കിൽ റിസർച്ച് ടൈമിൽ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അടുത്ത നമുക്ക് ഈ ഒരു പ്രൈമറി ഡേറ്റയുടെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാവുന്നതാണ് ടൈം കൺസ്യൂമിംഗ് ആണ്. ഡേറ്റ കളക്ട് ചെയ്യുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ ഈ ഒരു സമയത്ത് കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ പെർമിഷൻ, കൺസെൻറ്റ് പോലുള്ള എത്തിക്കൽ ഇഷ്യൂസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിന് ഹൈ എഫേർട്സ് ആവശ്യമാണ്. ഇതൊക്കെയാണ് നമുക്ക് പ്രൈമറി ഡേറ്റയുടെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് സെക്കൻഡറി ഡേറ്റ. ഇതെന്ന് പറയുന്നത് ഓൾറെഡി മറ്റൊരാൾ നേരത്തെ റിസർച്ച് ചെയ്ത ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ എടുത്ത് മറ്റൊരാൾ യൂസ് ചെയ്യുന്നു. അതായത് റിസർച്ചർ ഇവിടെ ഡയറക്റ്റായിട്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നില്ല. എക്സാമ്പിൾ ഇപ്പം ബുക്സ് വഴി, ആർട്ടിക്കിൾസ് വഴി എല്ലാം നേരത്തെ കിട്ടുന്ന ഇൻഫർമേഷൻ എടുത്ത് യൂസ് ചെയ്യുന്നു. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ബുക്സ്, ആർട്ടിക്കിൾസ്, സെൻസസ് റിപ്പോർട്ട്സ്, ജേർണൽസ് എക്സെട്ര ഇതുവഴി കിട്ടുന്ന ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു സെക്കൻഡറി ഡേറ്റയുടെ അഡ്വാൻറ്റേജസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ് പ്രൈമറി ഡേറ്റയിൽ അവിടെ ഡേറ്റ അവൈലബിൾ അല്ല, ഇവിടെ ഡേറ്റ അവൈലബിൾ ആണ്. അപ്പോൾ സെക്കൻഡറി ഡേറ്റയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് ഡേറ്റ അവൈലബിൾ ആണ്, പിന്നെ ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോസ്റ്റ് വളരെ കുറവാണ്, പിന്നെ ഈസി ആക്സസ് ഉണ്ട്. ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡറി ഡേറ്റയുടെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇതിൽ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററിന് ഡേറ്റ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ ഇവിടെ പറ്റുന്നില്ല. അതായത് എക്സാക്റ്റ് ഇൻഫർമേഷൻ ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ അഡീഷണൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഇവിടെ പോസിബിൾ അല്ല. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത് ന്യൂമറിക് അല്ലാത്ത ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് വേർഡ്സ് അല്ലെങ്കിൽ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോക്കിയാൽ ഫേവറേറ്റ് കളർ ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ, പിന്നെ ഹൈറ്റ് ടോൾ ഓർ ഷോർട്ട്, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. മറ്റൊരു ടൈപ്പ് ഡേറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത് നമ്പേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡേറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ വെയിറ്റ് 65 കിലോഗ്രാം, ഹൈറ്റ് 1.8 മീറ്റർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്.